ലോകത്തിലെ ഏറ്റവും വലിയ ഹെൽത്ത് കെയർ കമ്പനികളിൽ ഒന്ന്. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ ഹെൽത്ത് കെയർ സെക്ടറിന്റെ വിശ്വാസം നേടിയ ബ്രാൻഡ്സ്. ഇപ്പോൾ ഓങ്കോളജി, വാക്സിൻസ്, റെസ്പിറേറ്ററി തെറാപ്പീസ് പോലുള്ള ഹൈ വാല്യൂ സെഗ്മെന്റ്സിലേക്ക് ശക്തമായ ചുവടുമാറ്റം. ആ കമ്പനിയാണ് ഗ്ലാക്സോ സ്മിത്ത് ക്ലൈൻ ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് അഥവാ GSK ഫാർമ. ഇന്ത്യയിലെ ഹെൽത്ത് കെയർ മാർക്കറ്റ് അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏജിംഗ് പോപ്പുലേഷൻ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അഡൾട്ട് വാക്സിനേഷൻ അവയർനെസ് എന്നിവ ഉയരുന്നതോടെ ഹെൽത്ത് കെയർ സെക്ടറിന്റെ അടുത്ത ഗ്രോത്ത് സൈക്കിൾ ഇനി ഹൈ വാല്യൂ തെറാപ്പീസിലായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. ആ മാറ്റം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് സ്വന്തം ബിസിനസ് മോഡൽ മാറ്റിക്കൊണ്ടിരിക്കുന്ന കമ്പനികളിൽ ഒന്നാണ് GSK ഫാർമ. അതിന്റെ സൂചന ഫിനാൻഷ്യൽസിലും കാണാം. ഏതാണ്ട് ഡെപ്റ്റ് ഫ്രീ ബാലൻസ് ഷീറ്റ്, 60% മുകളിലുള്ള ROC, 40% മുകളിലുള്ള ROE. അതോടൊപ്പം അഡൾട്ട് വാക്സിൻസ്, ഓങ്കോളജി, സ്പെഷ്യാലിറ്റി മെഡിസിൻസ് എന്നിവയിലേക്കുള്ള ശക്തമായ എക്സ്പാൻഷൻ. അപ്പോൾ ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സെക്ടറിന്റെ അടുത്ത ഗ്രോത്ത് ഫേസിൽ GSK ഫാർമ വലിയ ബെനിഫിഷ്യറികളിൽ ഒന്നായി മാറുമോ? വിശദമായി പരിശോധിക്കാം. വെൽക്കം ടു അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് സ്റ്റോക്ക് ഡിസ്കവറി. ആദ്യം നമുക്ക് GSK ഫാർമയുടെ ബിസിനസ് മോഡൽ മനസ്സിലാക്കാം. സാധാരണ മാനുഫാക്ചറിംഗ് കമ്പനികളെ പോലെ പ്രൈസ് മാത്രം അടിസ്ഥാനമാക്കിയുള്ള ബിസിനസ് അല്ല ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. ഇവിടെ വർഷങ്ങളായി നേടിയെടുത്ത ബ്രാൻഡ് ട്രസ്റ്റ്, റിസർച്ച്, റെഗുലേറ്ററി അപ്രൂവൽസ്, ഡോക്ടേഴ്സിന്റെ വിശ്വാസം എന്നിവയെല്ലാം പ്രധാനമാണ്. ഒരു മെഡിസിൻ വികസിപ്പിക്കാനും ആവശ്യമായ അപ്രൂവൽസ് നേടാനും വർഷങ്ങളെടുക്കും. എന്നാൽ ഒരിക്കൽ ഡോക്ടേഴ്സിന്റെ വിശ്വാസം നേടിയാൽ ആ ബ്രാൻഡ്സ് വർഷങ്ങളോളം റവന്യൂ നൽകും. പുതിയ പ്രൊഡക്റ്റ് ലോഞ്ചസ് അതിന് കൂടുതൽ കരുത്ത് നൽകുകയും ചെയ്യും. ഈ മേഖലയിലാണ് GSK ഫാർമയ്ക്ക് ഒരു വലിയ അഡ്വാൻറ്റേജ് ഉള്ളത്. കാരണം ലോകത്തിലെ പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ ഒന്നായ UK ആസ്ഥാനമായ ഗ്ലാക്സോ സ്മിത്ത് ക്ലൈൻ PLCയുടെ ഇന്ത്യൻ ലിസ്റ്റഡ് സബ്സിഡറിയാണ് GSK ഫാർമ. അതിനാൽ ഗ്ലോബൽ റിസർച്ച്, ഇന്നോവേറ്റീവ് മെഡിസിൻസ്, ക്ലിനിക്കൽ ഡേറ്റ, ശക്തമായ പ്രൊഡക്റ്റ് പൈപ്പ്ലൈൻ എന്നിവയുടെ പിന്തുണ കമ്പനിക്ക് ലഭിക്കുന്നുണ്ട്. നിലവിൽ GSK ഫാർമയുടെ ബിസിനസ് പ്രധാനമായും 3 സെഗ്മെന്റ്സിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഒന്നാമത്തേത് ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്. കമ്പനിയുടെ ആകെ റവന്യൂവിന്റെ ഏകദേശം 80% ഈ സെഗ്മെന്റിൽ നിന്നാണ് വരുന്നത്. ആന്റി ഇൻഫെക്റ്റീവ്സ്, റെസ്പിറേറ്ററി ഡിസീസസ്, ഡെർമറ്റോളജി, ഡയബറ്റിസ്, കാർഡിയോവാസ്കുലർ കെയർ, ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസോർഡേഴ്സ്, റെയർ ഡിസീസസ്, ഗൈനക്കോളജി തുടങ്ങിയ നിരവധി മേഖലകളിലായി കമ്പനി പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ് നൽകുന്നുണ്ട്. ഓഗ്മെന്റിൻ, കാൽപോൾ, സെഫ്റ്റം, CCM, T-Bact എന്നിവയാണ് കമ്പനിയുടെ പ്രധാന ബ്രാൻഡ്സ്. ഇതിൽ ഓഗ്മെന്റിൻ ഇന്നും ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ മാർക്കറ്റിലെ നമ്പർ 1 ആന്റിബയോട്ടിക് ബ്രാൻഡായി തുടരുകയാണ്. രണ്ടാമത്തെ പ്രധാന സെഗ്മെന്റ് വാക്സിൻസ് ആണ്. കമ്പനിയുടെ റവന്യൂവിന്റെ ഏകദേശം 19% ഈ ബിസിനസ്സിൽ നിന്നാണ്. ഹെപ്പറ്റൈറ്റിസ് A, ഹെപ്പറ്റൈറ്റിസ് B, റോട്ടോവൈറസ്, ഇൻഫ്ലുവൻസ, ചിക്കൻ പോക്സ്, സെർവിക്കൽ ക്യാൻസർ, മെനിഞ്ചൈറ്റിസ് തുടങ്ങിയ നിരവധി രോഗങ്ങൾക്കെതിരെയുള്ള വാക്സിൻസ് കമ്പനിയുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുന്നു. സിൻഫ്ലോറെക്സ്, റോട്ടാരെക്സ്, സെർവാരിക്സ് തുടങ്ങിയവയാണ് പ്രധാന വാക്സിൻ ബ്രാൻഡ്സ്. ഇതിൽ മാനേജ്മെന്റ് കൂടുതൽ പ്രതീക്ഷ നൽകുന്നത് ഷിൻഗ്രിക്സ് എന്ന അഡൾട്ട് വാക്സിൻ ആണ്. ഇന്ത്യയിൽ അഡൾട്ട് വാക്സിനേഷൻ ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലാണെങ്കിലും അവയർനെസ് ഉയരുന്നതിനനുസരിച്ച് ഈ സെഗ്മെന്റ് ലോങ് ടേം ഗ്രോത്ത് ഡ്രൈവർ ആകുമെന്നാണ് കമ്പനിയുടെ വിലയിരുത്തൽ. ഇതിനൊപ്പം ഫിനാൻഷ്യൽ 2026 GSK ഫാർമ ഓങ്കോളജി ബിസിനസ്സിലേക്കും ഒഫീഷ്യലി എൻറ്റർ ചെയ്തിട്ടുണ്ട്. ജംപെർലി, സെജുല എന്നീ അഡ്വാൻസ്ഡ് ക്യാൻസർ തെറാപ്പീസ് കമ്പനി ലോഞ്ച് ചെയ്തു. കൂടാതെ ബ്ലഡ് ക്യാൻസർ ചികിത്സയ്ക്കുള്ള ബ്ലെൻഡ്രിപ്പിന് മാർക്കറ്റിംഗ് അപ്രൂവൽ ലഭിച്ചതും ഓങ്കോളജി പോർട്ട്ഫോളിയോ കൂടുതൽ ശക്തമാക്കുന്ന കാര്യമാണ്. ഇനി GSK ഫാർമയുടെ റവന്യൂ എവിടെ നിന്നാണ് വരുന്നത് എന്ന് നോക്കാം. നിലവിൽ കമ്പനിയുടെ റവന്യൂവിന്റെ വലിയൊരു പങ്കും ഇപ്പോഴും വരുന്നത് ട്രഡീഷണൽ പ്രിസ്ക്രിപ്ഷൻസ് മെഡിസിൻസിൽ നിന്നാണ്. എന്നാൽ ഇനി GSK ഫാർമയുടെ ലക്ഷ്യം കൂടുതൽ വാല്യൂ ഉള്ള ഇന്നോവേഷൻ ഡ്രിവൺ പ്രൊഡക്ട്സിന്റെയും സ്പെഷ്യാലിറ്റി മെഡിസിൻസിന്റെയും കോൺട്രിബ്യൂഷൻ വർദ്ധിപ്പിക്കാനാണ്. ഇതിനുള്ള സൂചന ഫിനാൻഷ്യൽ നമ്പേഴ്സിലും കാണാം. ഒരു വർഷം മുമ്പ് കമ്പനിയുടെ ആകെ സെയിൽസിൽ ഇന്നോവേഷൻ ആൻഡ് സ്പെഷ്യാലിറ്റി മെഡിസിൻസിന്റെ കോൺട്രിബ്യൂഷൻ ഏകദേശം 2% മാത്രമായിരുന്നു. എന്നാൽ സാമ്പത്തിക വർഷം 2026 4ാം പാദത്തോടെ അത് ഏകദേശം 6% ഉയർന്നു. ഇത് ലോങ് ടേമിലേക്ക് ഏകദേശം 10% വരെ എത്തിക്കാനാണ് മാനേജ്മെന്റിന്റെ ലക്ഷ്യം. ഈ മാറ്റം പ്രധാനമാണ്. കാരണം സാധാരണ ജനറിക് മെഡിസിൻസിനെ അപേക്ഷിച്ച് ഇന്നോവേഷൻ ആൻഡ് സ്പെഷ്യാലിറ്റി പ്രൊഡക്ട്സിന് മികച്ച പ്രൈസിംഗ് പവർ ലഭിക്കും. അതോടൊപ്പം ഉയർന്ന മാർജിൻസ് നേടാനും കോമ്പറ്റീഷൻ നേരിടേണ്ട സാഹചര്യവും താരതമ്യേന കുറയും.
ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് പരിശോധിക്കാം. ഒറ്റ നോട്ടത്തിൽ GSK ഫാർമ അതിവേഗം വളരുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണെന്ന് തോന്നണമെന്നില്ല. കഴിഞ്ഞ 5 വർഷത്തിനിടെ കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് പല ആഭ്യന്തര ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെക്കാളും കുറവായിരുന്നു. പക്ഷേ റവന്യൂ ഗ്രോത്ത് മാത്രം നോക്കി ഈ കമ്പനിയെ വിലയിരുത്താൻ കഴിയില്ല. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കൂടുതൽ പ്രൊഡക്ട്സ് വിൽക്കുന്നതിനപ്പുറം പ്രോഫിറ്റബിലിറ്റി മെച്ചപ്പെടുത്തുന്നതിലായിരുന്നു മാനേജ്മെന്റിന്റെ ശ്രദ്ധ. അതാണ് ഫിനാൻഷ്യൽ നമ്പേഴ്സിൽ വ്യക്തമായി കാണാനാകുന്നത്. 2026 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ റവന്യൂ 3822 കോടിയായി ഉയർന്നു. 2025 ഫിനാൻഷ്യൽ ഇയറിൽ ഇത് 3749 കോടിയായിരുന്നു. റവന്യൂവിൽ വലിയ വർധനയില്ലെങ്കിലും ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് ശ്രദ്ധേയമായി മെച്ചപ്പെട്ടു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 1179 കോടിയിൽ നിന്ന് 1309 കോടിയായി ഉയർന്നു. അതോടൊപ്പം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 31% നിന്ന് 34% വർദ്ധിച്ചു. സമീപ വർഷങ്ങളിലെ ഏറ്റവും ഉയർന്ന മാർജിൻ കൂടിയാണ് ഇത്. നെറ്റ് പ്രോഫിറ്റ് ആദ്യമായി 1000 കോടി കടന്ന് 2026 ഫിനാൻഷ്യൽ ഇയറിൽ 1036 കോടിയിൽ എത്തി. ഏകദേശം 10% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് കമ്പനി രേഖപ്പെടുത്തി. ഇത് പ്രൈസ് വർദ്ധിപ്പിച്ചത് കൊണ്ട് മാത്രമല്ല, മികച്ച പ്രൊഡക്റ്റ് മിക്സ്, സോഴ്സിംഗ് എഫിഷ്യൻസി മെച്ചപ്പെടുത്തൽ, കോസ്റ്റ് മാനേജ്മെന്റ് എന്നിവയും ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണങ്ങളാണ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റും മറ്റൊരു പ്രധാന സ്ട്രെങ്ത് ആണ്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ വെറും 0.01 മാത്രമാണ്. അതായത് കമ്പനി ഏതാണ്ട് ഡെപ്റ്റ് ഫ്രീ ആണ്. കൂടാതെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഏകദേശം 479 ടൈംസ് എന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ എത്രത്തോളം ശക്തമാണ് എന്ന് വ്യക്തമാക്കുന്നു. റിട്ടേൺ റേഷ്യോസും ശ്രദ്ധേയമാണ്. ROC 60% മുകളിലും ROE ഏകദേശം 46%. ഇത്രയും ഉയർന്ന ക്യാപിറ്റൽ എഫിഷ്യൻസി സ്ഥിരമായി നിലനിർത്തുന്ന ലിസ്റ്റഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ വളരെ കുറവാണ്. ഇതിനൊപ്പം കമ്പനി ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻഡ് പേ ഔട്ടും ശക്തമായി തുടരുകയാണ്. ശക്തമായ ക്യാഷ് ജനറേഷനും ബിസിനസ്സിലുള്ള മാനേജ്മെന്റിന്റെ കോൺഫിഡൻസും ഇത് വ്യക്തമാക്കുന്നു. ഇനി GSK ഫാർമയെ മറ്റു ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുമായി ഒന്ന് താരതമ്യം ചെയ്യാം. സൺ ഫാർമ, സിപ്ല, ഡോക്ടർ റെഡ്ഡീസ് ലാബോറട്ടറീസ്, ലുപിൻ തുടങ്ങിയ പ്രമുഖ കമ്പനികളുമായാണ് GSK ഫാർമ മത്സരിക്കുന്നത്. എന്നാൽ GSK ഫാർമയെ നേരിട്ട് ജനറിക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുമായി താരതമ്യം ചെയ്യുന്നത് എല്ലായ്പ്പോഴും ശരിയായ ചിത്രം നൽകണമെന്നില്ല. കാരണം സൺ ഫാർമ, സിപ്ല, ഡോക്ടർ റെഡ്ഡീസ് പോലുള്ള കമ്പനികളുടെ റവന്യൂവിന്റെ വലിയൊരു ഭാഗം എക്സ്പോർട്സ്, ജനറിക് മെഡിസിൻസ്, US മാർക്കറ്റ്സ് എന്നിവയിൽ നിന്നാണ് വരുന്നത്. അതേസമയം GSK ഫാർമയുടെ ബിസിനസ് സ്ട്രാറ്റജി വളരെ വ്യത്യസ്തമാണ്. കമ്പനിയുടെ പ്രധാന ശ്രദ്ധ ഇന്ത്യൻ വിപണിയിലാണ്. അതോടൊപ്പം ഗ്ലോബൽ റിസർച്ചിന്റെ പിന്തുണ, വർഷങ്ങളായി ഡോക്ടേഴ്സിന്റെ വിശ്വാസം നേടിയ പ്രിസ്ക്രിപ്ഷൻ ബ്രാൻഡ്സ്, രാജ്യത്തെ മുൻനിര പ്രൈവറ്റ് വാക്സിൻ പോർട്ട്ഫോളിയോ എന്നിവയാണ് കമ്പനിയുടെ പ്രധാന ശക്തികൾ. ഫിനാൻഷ്യൽ ക്വാളിറ്റിയുടെ കാര്യത്തിലും GSK ഫാർമ ശ്രദ്ധേയമാണ്. കമ്പനിയുടെ ROC 60% മുകളിലാണ്. ലിസ്റ്റഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ പലതിനേക്കാളും ഉയർന്ന ക്യാപിറ്റൽ എഫിഷ്യൻസിയാണ് ഇത്. അസറ്റ് ലൈറ്റ് ബിസിനസ് മോഡലും പ്രീമിയം പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയും ഇതിന് പ്രധാന കാരണങ്ങളാണ്. ഇനി GSK ഫാർമയുടെ അടുത്ത ഗ്രോത്ത് സ്ട്രാറ്റജി എന്താണ് എന്ന് നോക്കാം. കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളായി എസ്റ്റാബ്ലിഷ്ഡ് പ്രിസ്ക്രിപ്ഷൻ ബ്രാൻഡ്സ് എന്ന നിലയിലാണ് GSK ഫാർമ കൂടുതൽ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇനി കമ്പനി ഇന്നൊവേഷൻ ഡ്രിവൺ ഹെൽത്ത് കെയർ കമ്പനി എന്ന നിലയിലേക്ക് വളരാനാണ് ലക്ഷ്യമിടുന്നത്. ഈ ഗ്രോത്ത് സ്ട്രാറ്റജിയുടെ ആദ്യത്തെ പ്രധാന പില്ലർ അഡൾട്ട് വാക്സിൻസ് ആണ്. അഡൾട്ട് വാക്സിൻസിനെ കുറിച്ചുള്ള അവയർനെസ്സും പതിയെ ഉയരുകയാണ്. പ്രത്യേകിച്ച് ഷിംഗിൾസ് തടയാൻ ഉപയോഗിക്കുന്ന ഷിൻഗ്രിക്സ് പോലുള്ള വാക്സിൻസ് രാജ്യത്തെ ഏജിംഗ് പോപ്പുലേഷൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് വലിയ ഗ്രോത്ത് ഡ്രൈവർ ആകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. 2027 ഫിനാൻഷ്യൽ ഇയറിൽ അഡൾട്ട് വാക്സിൻ ബിസിനസ്സിന് ഒരു പാത്ത് ബ്രേക്കിംഗ് ഇയർ ആകാൻ സാധ്യതയുണ്ട് എന്നും കമ്പനി പറയുന്നു. രണ്ടാമതായി ശ്രദ്ധിക്കുന്ന ഗ്രോത്ത് ഏരിയ ഓങ്കോളജിയാണ്. ഫിനാൻഷ്യൽ ഇയർ 2026 ജെംബെർലി, സെജുല എന്നീ അഡ്വാൻസ്ഡ് തെറാപ്പീസ് അവതരിപ്പിച്ചുകൊണ്ട് കമ്പനി ഓങ്കോളജി ബിസിനസ്സിലേക്ക് പ്രവേശിച്ചു. കൂടാതെ ബ്ലഡ് ക്യാൻസർ ചികിത്സയ്ക്കുള്ള ബ്ലെൻറെപ്പിന് മാർക്കറ്റിംഗ് അപ്രൂവൽ ലഭിച്ചതോടെ ഈ പോർട്ട്ഫോളിയോ കൂടുതൽ ശക്തമാകുമെന്നാണ് പ്രതീക്ഷ. ഇതിനൊപ്പം ഡെഡിക്കേറ്റഡ് ഓങ്കോളജി ടീംസ് രൂപീകരിക്കുന്നതിനും ഹോസ്പിറ്റൽസിലേക്കുള്ള ആക്സസ് വർദ്ധിപ്പിക്കുന്നതിനും ക്യാൻസർ സ്പെഷ്യലിസ്റ്റുമായുള്ള നെറ്റ്വർക്ക് ശക്തമാക്കുന്നതിനും കമ്പനി ശ്രദ്ധ നൽകുന്നുണ്ട്. മൂന്നാമത്തെ പില്ലർ ഫാസ്റ്റർ ഇന്നൊവേഷൻ ആണ്. മുൻകാലങ്ങളിൽ ഗ്ലോബൽ മെഡിസിൻസ് ഇന്ത്യയിലെത്താൻ വർഷങ്ങൾ എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ആ ലോഞ്ച് ടൈം ലൈൻ കുറഞ്ഞുവെന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. നിലവിൽ രാജ്യത്ത് നിരവധി ക്ലിനിക്കൽ ട്രയൽസ് പുരോഗമിക്കുന്നതായും വാക്സിൻസ്, ഇൻഫെക്ഷ്യസ് ഡിസീസസ്, ലിവർ ഡിസീസസ്, സ്പെഷ്യാലിറ്റി തെറാപ്പീസ് തുടങ്ങിയ മേഖലകളിൽ പുതിയ പ്രൊഡക്റ്റ് അപ്രൂവൽസ് വരും വർഷങ്ങളിൽ പ്രതീക്ഷിക്കുന്നതായും കമ്പനി വ്യക്തമാക്കുന്നു. ഇതിനൊപ്പം ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിലേക്കും ജനറേറ്റീവ് AI-യിലേക്കും GSK ഫാർമ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണ്. AI-യെ പുതിയ ബിസിനസ്സായി കാണുന്നതല്ല, മറിച്ച്
ഫീൽഡ് ഫോഴ്സ് പ്രൊഡക്ടിവിറ്റി മെച്ചപ്പെടുത്താനും ഓപ്പറേഷണൽ എഫിഷ്യൻസി ഉയർത്താനും കൊമേഴ്സ്യൽ എക്സിക്യൂഷൻ കൂടുതൽ വേഗത്തിൽ ആക്കാനുമാണ് കമ്പനി ഇത് ഉപയോഗിക്കാൻ ലക്ഷ്യമിടുന്നത്. GSK ഫാർമയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന സ്ട്രെങ്ത്സ് കൂടാതെ റിസ്കുകൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ആദ്യം പ്രധാന സ്ട്രെങ്ത്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ പ്രിസ്ക്രിപ്ഷൻ ബ്രാൻഡ് പോർട്ട്ഫോളിയോകൾ ഒന്നാണ് GSK ഫാർമയ്ക്ക് ഉള്ളത്. അതോടൊപ്പം പ്രൈവറ്റ് വാക്സിൻ സെഗ്മെന്റിൽ മാർക്കറ്റ് ലീഡർ എന്ന സ്ഥാനവും കമ്പനിക്ക് ഉണ്ട്. ഇതിനൊപ്പം നിരവധി ബ്ലോക്ക് ബസ്റ്റർ പ്രിസ്ക്രിപ്ഷൻ ബ്രാൻഡ്സ് കമ്പനിയുടെ ബിസിനസിനെ പിന്തുണയ്ക്കുന്നുമുണ്ട്. മറ്റൊരു പ്രധാന സ്ട്രെങ്ത് നോക്കിയാൽ ഗ്ലോബൽ പേരന്റ് കമ്പനിയായ GSKയുടെ റിസർച്ച് പൈപ്പ്ലൈനിന്റെ പിന്തുണയാണ്. ഇതിലൂടെ ഡൊമസ്റ്റിക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് എളുപ്പത്തിൽ അവതരിപ്പിക്കാൻ കഴിയാത്ത ഇന്നവേറ്റീവ് തെറാപ്പീസ് ഇന്ത്യൻ വിപണിയിൽ എത്തിക്കാനുള്ള അവസരം GSK ഫാർമയ്ക്ക് ലഭിക്കുന്നു. അതേസമയം നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട ചില റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് വാല്യുവേഷൻ തന്നെയാണ്. നിലവിൽ GSK ഫാർമയുടെ സ്റ്റോക്ക് നിരവധി ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെക്കാൾ പ്രീമിയം വാല്യുവേഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഭാവിയിലെ ഹൈ ഗ്രോത്ത് എക്സ്പെക്ടേഷൻ ആണ് സ്റ്റോക്കിന്റെ PE സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എക്സിക്യൂഷണൽ പ്രശ്നങ്ങൾ നേരിട്ടാൽ അത് സ്റ്റോക്ക് പ്രൈസിൽ കറക്ഷന് കാരണമായേക്കാം. രണ്ടാമതായി റവന്യൂ ഗ്രോത്ത് ഇപ്പോഴും താരതമ്യേന മിതമായ നിലയിലാണ്. പ്രോഫിറ്റബിലിറ്റിയിൽ മികച്ച പുരോഗതി കൈവരിച്ചെങ്കിലും സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അത്ര വേഗത്തിലല്ല. കൂടാതെ ഇനി കമ്പനിയുടെ അടുത്ത വളർച്ച പ്രധാനമായും ഇന്നൊവേഷൻ സ്ട്രാറ്റജിയുടെ വിജയത്തെ ആശ്രയിച്ചിരിക്കും. അഡൾട്ട് വാക്സിൻസ്, ഓങ്കോളജി തെറാപ്പീസ്, പുതിയ പ്രൊഡക്ട്സിന്റെ കൊമേഴ്സ്യലൈസേഷൻ എന്നിവ എത്രത്തോളം വിജയകരമായി സ്കെയിൽ ചെയ്യാൻ കഴിയുന്നു എന്നതും നിർണായകമാണ്. എന്നാൽ ശ്രദ്ധേയമായ കാര്യം ഈ വെല്ലുവിളികളെക്കുറിച്ച് മാനേജ്മെന്റിന് വ്യക്തമായ ധാരണയുണ്ട് എന്നതാണ്. കോസ്റ്റ് കൺട്രോളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ പുതിയ പ്രൊഡക്ട് ലോഞ്ച്, സ്പെഷ്യാലിറ്റി മെഡിസിൻസ്, ഹോസ്പിറ്റൽ ആക്സസ്, ഡിജിറ്റൽ കേപ്പബിലിറ്റീസ് എന്നിവയിലേക്ക് തുടർച്ചയായി ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണ് കമ്പനി. ഈ സമീപനമാണ് GSK ഫാർമയുടെ അടുത്ത ഗ്രോത്ത് ഫേസ് നിർണ്ണയിക്കുക. അതുകൊണ്ട് തന്നെ GSK ഫാർമ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആയിരിക്കണമെന്നില്ല. പക്ഷേ ശക്തമായ ബ്രാൻഡ്സ്, ഗ്ലോബൽ ഇന്നൊവേഷൻ, ഫിനാൻഷ്യൽ സ്ട്രെങ്ത് എന്നിവയുടെ പിന്തുണയുള്ള ഒരു ക്വാളിറ്റി ഹെൽത്ത് കെയർ ബിസിനസ് എന്ന നിലയിൽ ദീർഘകാലം ശ്രദ്ധിക്കാവുന്ന കമ്പനികളിൽ ഒന്നായി ഇതിനെ കാണാം. ഓർക്കുക, ഇത് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടിയുള്ള അനാലിസിസ് മാത്രമാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഒരു സെബി രജിസ്ട്രേഡ് അഡ്വൈസറിനെ സമീപിക്കുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു സ്റ്റോക്കുമായി സ്റ്റോക്ക് ഡിസ്കവറിയുടെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.